ഇവിടെ ഹീറോ ഒരു മാരകമായിട്ടുള്ള അസുഖം മൂലം വേദന കൊണ്ട് പൊളയുകയാണ്. ഒരു ഡോക്ടറും വിചാരിച്ചിട്ട് ഹീറോയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനായിട്ടാവുന്നില്ല. അപ്പോഴേക്കും പെട്ടെന്ന് ഹീറോയുടെ ഫാദർ ഒരു ടാബ്ലറ്റ് ആയിട്ട് ഇവന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടുവന്ന് അത് നൽകുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഹീറോ ബെറ്റർ ആവുന്നു. പക്ഷെ അച്ഛൻ ഇപ്പൊ മരുന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ മാസ്റ്ററിന്റെ അടുത്ത് നിന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഹീറോ ഒരുപാട് കാലമൊന്നും ഇനി ജീവിച്ചിരിക്കില്ല. പക്ഷെ ജീവിച്ചിരിക്കണമെങ്കിൽ അതിന് ലൂ ഫാമിലിയിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നാണ്. അച്ഛൻ അത് ഹീറോയോട് പറയുമ്പോൾ ഇവൻ അതിന് ഒരു താല്പര്യമില്ല. പക്ഷെ മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ അതിനെ സമ്മതിക്കുന്നു. എന്നാൽ ലൂ ഫാമിലിയിൽ രണ്ട് പെൺകുട്ടികളാണുള്ളത്. അതിലൊന്ന് നമ്മുടെ ഹീറോയിനാണ്. ഇവളുടെ അച്ഛൻ ഈ ഒരു ഫാമിലിയിലേതാണ്. പക്ഷെ വേറൊരു അവിഹിതത്തിലുണ്ടായ മകളാണ് ഇവള്. എന്നാൽ ഇപ്പോൾ ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആ ഒരു ആഗ്രഹം കാരണം അച്ഛന്റെ ശവകല്ലറൊക്കെ കാണാനായിട്ടാണ് ഇവളിപ്പോൾ ഈ ഒരു കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവൾ ഒരുപാട് വർഷമായിട്ട് നമ്മൾ മുന്നേ കണ്ട മാസ്റ്ററിനോടൊപ്പം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ അസുഖങ്ങളെ കുറിച്ചും മരുന്നുകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള പെൺകുട്ടിയാണ് ഇവള്. എന്നാൽ ഇപ്പോൾ ഇവളങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനും അവളുടെ അമ്മയ്ക്കും ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേ ടൈമിലാണ് ഹീറോ ഈ ഒരു ഫാമിലിയിലേക്ക് എത്തുന്നത്. ഇവൻ നേരെ വന്ന് ആ ഒരു വിവാഹകാര്യം സംസാരിക്കുമ്പോൾ ഈ ഒരു സിസ്റ്ററിനെ കല്യാണം കഴിക്കാനായിരിക്കും കോടീശ്വരനായിട്ടുള്ള ഹീറോ എത്തിയിരിക്കുന്നത് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഹീറോയും വിചാരിക്കുന്നത് ഈ ഒരു സിസ്റ്റർ മാത്രമാണ് ഈ ഒരു കുടുംബത്തിലെ പെൺകുട്ടി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവളെ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കുന്നു. പക്ഷെ ഹീറോയിന് ഓൾറെഡി തന്നെ ഹീറോയെ കുറിച്ച് അറിയാം. മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ ഹീറോയോട് ഇവളും ഈ ഒരു ഫാമിലിയിലെ അംഗം തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവളുടെ പേര് പറയുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് എന്ന കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു സിസ്റ്ററിനെ കളഞ്ഞിട്ട് ഹീറോയിനെയാണ് കല്യാണം കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇപ്പൊ ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ ഹീറോ ഇവളോട് എന്റെ അസുഖം മാറ്റിതാ, എനിക്കുള്ള മരുന്നതാ എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിന് അതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. സോ ഇവള് മരുന്നോ, എന്ത് മരുന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഇവനെ ചതിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ ഇവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ട് ഇവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഇവന് പെട്ടെന്ന് വീണ്ടും വയ്യാതാവുകയാണ്. ഹീറോയിനും അത് കണ്ട് ഓടി ഇവന്റെ അടുത്തേക്ക് വരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇവന് ബോധം വരുമ്പോൾ ഹീറോ ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത്. ഇവനിപ്പോ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റതിന് കാരണം ഹീറോയിനാണ് എന്ന് അസിസ്റ്റന്റ് പറയാണ്. അവളാണ് ഇവനുള്ള മരുന്നെല്ലാം തന്നെ പ്രിപ്പയർ ആക്കി കൊടുത്തത്. അത് കേൾക്കുമ്പോൾ ഇവനൊന്ന് മനസ്സലിയാണ്.